ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2025 മാർച്ച് 24 തിങ്കളാഴ്ചയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്. നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വരുന്നത്. മാസാവസാനമാണ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്തായാലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു മോർ ദാൻ 20% ലോസിലാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ട്രേഡിംഗ് നിർത്തിവെക്കുകയാണ് വേണ്ടത്. അതല്ല നിങ്ങൾ ചെറിയൊരു ലോസിലാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ബ്രേക്ക് ഈവൻ ആക്കാനോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനോ ശ്രമിക്കുകയാണ് വേണ്ടത്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. നമ്മൾ എന്താ പറയുക, ഓരോ ആഴ്ചയിലും ഓരോ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തായാലും നിഫ്റ്റിയുടെ മുന്നിലേക്കുള്ള ഒരു ചോദ്യം 23,500 കട്ട് ചെയ്ത് മാർക്കറ്റ് കയറി പോകുമോ എന്നുള്ളതാണ്. ഒരുവിധം ലക്ഷണങ്ങൾ വെച്ചിട്ട് അവിടെ മാർക്കറ്റ് ഒന്ന് കയറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി ഗിഫ്റ്റ് നിഫ്റ്റി 23,500 മുകളിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. നോക്കാൻ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് മറ്റൊരു കമ്പനിയെ കൂടി, അവരുടെ ഒരു സബ്സിഡയറി ഉണ്ട്, അത് വേറൊരു കമ്പനിയുടെ 74% ഓഹരികൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ NCC അവർക്ക് ഒരു പുതിയ പ്രൊജക്റ്റ്, അവർ എന്താ പറയുക, ബീഹാർ എന്നുള്ള ഒരു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 1480 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത് അവരുടെ SUV വെഹിക്കിൾസിന് ഏപ്രിൽ 1 മുതൽ 3% വില വർധനവ് ഉണ്ടാകും എന്നാണ്. എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വണ്ടിയുടെ വില കൂടുന്നത്. റേമണ്ട് അവരൊരു 65 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് 10X റിയാലിറ്റി എന്ന ഒരു കമ്പനിയിലേക്ക്. ദെൻ ഡോക്ടർ റെഡ്ഡീസിലാണെങ്കിൽ എന്താ പറയുക, അവരുടെ അവരുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് LLC. അതിൻ്റെ മെമ്പർഷിപ്പ് ഇൻട്രസ്റ്റും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി ഇത് കേട്ടൊരു ന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് ആ പ്രൊസീജിയർ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അലംബിക് ഫാർമ എന്താ പറയുക, US FDAയുടെ ഒരു ഇൻസ്പെക്ഷൻ അവർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് പ്രത്യേകിച്ച് ഒബ്ജക്ഷൻ ഒന്നും അതിൽ വന്നിട്ടില്ല എന്നാണ് വായിക്കാൻ സാധിച്ചത്. ദെൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ബാംഗ്ലൂരിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. സോ അവർ ഗോദ്രേജ് റിയൽ എസ്റ്റേറ്റും ഡെവലപ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് പോകുന്നൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സിന് സെബിയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അവരുടെ ചില കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന രീതിയിലൊരു വാർണിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസ് എന്താ പറയുക, അപ്പോളോ ഹെൽത്ത് കോ എന്ന അവരുടെ മറ്റ് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി വേറൊരു കമ്പനിയുടെ 11.2% ഓഹരികൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. പവർ ഗ്രിഡ് ഓഫ് കോർപ്പറേഷൻ ഏകദേശം 26 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഇതായിട്ടുണ്ട്. ദെൻ IRCON ഇന്റർനാഷണൽ കൊണാർക്ക് അസോസിയേറ്റ്സ് എന്താ പറയുക 158 കോടിയുടെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് IRCON അഗേൻസ്റ്റ് ആയിട്ട്. തീർച്ചയായിട്ടും ട്രൈബ്യൂണലിൽ എത്തിയത് വിധിയൊക്കെ സമയമെടുക്കുമെങ്കിലും അത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസാണ്. ദെൻ NMDCയിൽ സമരവും അതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു, ഉപരോധമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ജോലിക്കാരെല്ലാം തന്നെ ജോലിക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. L&Tയിൽ അവരുടെ ബോർഡ് ഒരു കടം വാങ്ങുന്ന അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനുള്ള ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. 12,000 കോടി രൂപയാണ് അവർ സമാഹരിക്കാൻ പോകുന്നത്. ഏത് വിധത്തിലായാലും അത് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് IDBI ബാങ്ക് അവർക്ക് എന്താ പറയുക, റിസർവ് ബാങ്കിൻ്റെ ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ട്. 36 ലക്ഷം രൂപയുടെ ഒരു ഫൈനാണ്. അത് പ്രവർത്തനത്തിലുള്ള അപാകതകൾ മൂലം അവർക്ക് ലഭിച്ച ഒരു ഫൈനാണ്. ദെൻ പറയാനുള്ളത്, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ദെൻ എന്താ പറയുക, മറ്റ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിക്കി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്, നിക്കി ഗ്രീനിലാണ്. ഹാങ്സങ് ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. ഹാങ്സങ്ങിൻ്റെ ഡാറ്റയിൽ എന്തോ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തു. ഇന്നലെ മീൻസ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 23,426
ഇന്ന് ഓപ്പൺ ആയത് 478, കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്ന 502. അപ്പോൾ ഇന്നലത്തെ ഓപ്പണിങ്ങിൽ നല്ല രീതിയിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട്. 500 എന്നുള്ള ഒരു കയ്യാലപ്പുറത്ത് കയറിയിരിക്കുകയാണ്. 500 മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. ഗോൾഡിൻ്റെ റേറ്റ് ചെറിയ രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട്. $3020 എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ രൂപയുടെ മൂല്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നത്. 87.45 ആയിരുന്നു ഒരു ഡോളറിൻ്റെ വിനിമയ നിരക്ക് കഴിഞ്ഞ ആഴ്ച. ഇതിപ്പോൾ 85.98 ഇറങ്ങി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എസ്പെഷ്യലി FIIs അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് ബയേഴ്സ് ആവുന്ന സമയത്ത് നോർമലി ഇന്ത്യയിലേക്ക് പണം ഒഴുകും. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം ആ സമയത്ത് വർദ്ധിക്കുന്നത് കാണാറുണ്ട്. ദെൻ ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ HCOB മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ്, UK S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, ഇന്ത്യയുടെ ഈവൻസ് നോക്കുകയാണെങ്കിൽ HSBC കമ്പോസിറ്റ് PMI ഫ്ലാഷ്, ഇന്ത്യ HSBC മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ്, ഇന്ത്യ HSBC സർവീസസ് PMI ഫ്ലാഷ്. ഇത്രയും ഈവൻറ്റുകളാണ് എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ കണ്ടില്ല. ദെൻ F&O ബാനിൽ 3 കമ്പനികളാണ് വന്നിട്ടുള്ളത്. ഹിന്ദ് കോപ്പർ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, പോളിക്യാപ്പ് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത് വന്നതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം 7470 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3202 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ഒത്തു കളിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുമ്പോൾ ഇവർ ഡൊമസ്റ്റിക്കാർ സെല്ല് ചെയ്യും. ഡൊമസ്റ്റിക്കാർ സെല്ല് ചെയ്യുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് അത് ബൈ ചെയ്യുകയും ചെയ്യും. സോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നുണ്ട്. എന്തായാലും ഇതേപോലെ പോവുകയാണെങ്കിൽ റീറ്റെയിലേഴ്സായ നമുക്ക് നല്ലതാണ്. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റിലേക്ക് കയറി വരാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഇപ്പോൾ എല്ലാവരും റെഡിലുള്ളത് അത് ഗ്രീനിലാവും എന്ന് പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4268 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം. സെക്ടർ പെർഫോമൻസിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളും ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചത്. മെറ്റൽ മാത്രമാണ് ഒരു ഓപ്പോസിറ്റ് വന്നത്, റെഡിൽ അവസാനിച്ചിരിക്കുന്നത്. മെറ്റൽ സെക്ടർ 0.55% ഒരു ലോസിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ETF വരികയാണെങ്കിൽ ഗോൾഡ് ബീസ്, ITBs ഇത് രണ്ടും ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസം 182 പോയിന്റിൻ്റെ മുന്നേറ്റത്തോടുകൂടി 23,350 ക്ലോസ് ചെയ്തത്. അതായത് 0.79% ഒരു ഇൻട്രാഡേ ഗെയിൻ ആണ് നിഫ്റ്റിക്ക് കിട്ടിയത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രീവിയസ് ഡേയുടെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നേ ദിവസത്തെ ക്ലോസിങ്ങിലേക്കാണ് മിക്ക ആൾക്കാരും കൺസിഡർ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക. ആഴ്ച തുടക്കമാണ്, അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ ഒരു ഗെയിൻ കിട്ടിയിട്ടില്ല. ഈ മാസത്തിൽ നിഫ്റ്റിയിൽ 1155 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് റെഡിലുണ്ടായിരുന്നു 450 പോയിന്റോളം റെഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഗ്രീനിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഒരു മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചത്. ബാങ്ക് നിഫ്റ്റി 1.33% കയറി, സെൻസെക്സ് 0.99%, ഫിൻ നിഫ്റ്റി 1.03% കയറിപ്പോയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 1.36%, ബാങ്ക് എക്സ് 1.39%. വളരെ മികച്ച മുന്നേറ്റമാണ് മാർക്കറ്റ് കാഴ്ചവെച്ചത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.1 ആണ്. പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 23,500 ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള 78 ലക്ഷമാണ്. അതേസമയത്ത് 23,000 ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഡബിളാണ്. 1,44,00,000 പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റ് താഴോട്ട് പോവില്ല എന്ന രീതിയിലാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. വിക്സ് നോക്കുകയാണെങ്കിൽ 12.58 നിൽക്കുകയാണെങ്കിൽ ഒരു മിനിമം വിക്സ് ആണ്. 12ന്റെ മുകളിലോട്ട് എവിടെയും നമുക്ക് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഓക്കെയാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 23,350 സ്വാഭാവികമായിട്ടും ഇന്നത് 23,500 മുകളിലേക്ക് കയറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും CPR നോക്കുകയാണെങ്കിൽ 23,323, 295, 268 ഏകദേശം ഒരു 28 പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് CPR വന്ന് കിടക്കുന്നത്. അതേസമയത്ത് നോട്ട്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ 23,273, 254 19 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻ്റാണ്. കഴിഞ്ഞ ദിവസവും 19 പോയിന്റ് തന്നെയായിരുന്നു. CPR ഒരല്പം വൈഡാണ്. ഇനി ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ
23273 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 499 വരെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. 23499 220 പോയിന്റിന്റെ ഒരു ഹയർ സൈഡിലേക്കുള്ള മൂവ്മെന്റിനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നമുക്ക് തുറന്ന് കാണിക്കുന്നത്. അതേസമയത്ത് 23254 കട്ട് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ 202 വരെ പോകാനുള്ള ഒരു സാധ്യത മാത്രമാണുള്ളത്. ഏകദേശം 52 പോയിന്റിന്റെ ഡൗൺ സൈഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ 220 പോയിന്റിന്റെ ഹയർ സൈഡിലേക്കുള്ള മൂവ്മെന്റ്. പക്ഷേ ഓപ്പണിംഗ് എവിടെയാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ഹയർ സൈഡിൽ ഞാൻ പറഞ്ഞ പോയിന്റിന്റെ ഒരു വാല്യൂ ഉണ്ടാവുക. കാരണം 273 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 220 പോയിന്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 254 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 52 പോയിന്റ് മാത്രമേ താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്നാണ്. ഇത് കേവലം ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. ഇതിനെ പൂർണ്ണമായും വിശ്വസിച്ച് അതുപോലെ സംഭവിക്കും എന്ന് കരുതി നിൽക്കരുത്. ഒരു സൂചന മാത്രമാണ്, ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ കാശ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ടും അനലൈസ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെക്കാളും അറിവുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടുക. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇതൊക്കെയാണുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് മാസം അവസാനത്തെ ആഴ്ചയാണ്. ഇവിടെ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാക്കേണ്ട ഒരാഴ്ചയാണിത്. ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം, ഇപ്പോൾ എനിക്ക് എത്ര ലോസ് ഉണ്ട്, റിക്കവറി ചെയ്യാൻ പറ്റുന്നതാണോ, റിക്കവറി ചെയ്യാൻ പറ്റാത്ത ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുക. ഫർദർ മുന്നോട്ട് പോകാതെ കൂടുതൽ ലോസിലേക്ക് കൊണ്ടുപോകാതെ ആ ട്രേഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അല്ല, നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ലെസ് ദാൻ 5% ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് ശ്രമിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇൻ കേസ് പോയാലും നമുക്ക് 20% വരെ ലോസ് ഓരോ സമയത്തും ഓരോ മാസത്തിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. 20% എന്ന് പറഞ്ഞാൽ വലിയ ലോസാണ്. പക്ഷേ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആ രീതിയിലേക്ക് ചിന്തിച്ചാൽ, ആ ഒരു സ്കെയിലിലേക്ക് ചിന്തിച്ചാൽ മാത്രമേ അയാൾക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ടെൻഷൻ ഇല്ലാതെ ട്രേഡ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട, ഈ മാസം പോയാൽ എനിക്ക് 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 20,000 രൂപയോളം എനിക്ക് മാസം നഷ്ടം വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് പ്രോഫിറ്റ് എന്നുള്ളത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വേണമെങ്കിൽ എടുക്കാൻ, വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ലോസ് അങ്ങനെയല്ല. ലോസ് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനൊരു പരിധി വയ്ക്കുക. ആ വരുന്ന ലോസിന് ഒരു പരിധി വയ്ക്കുക. ഒരുപാട് ലോസ് ആക്സെപ്റ്റ് ചെയ്യാതെ കുറച്ച് ലോസായി കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് നിർത്തുക. ഒരു ദിവസം 1% പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ട്രേഡറാണ്. അപ്പോൾ അത് പ്രത്യേകം 1%, 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്ത് സ്റ്റോക്ക് ട്രേഡിംഗ് ആയാലും തേങ്ങ കച്ചവടമായാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു ദിവസം നിങ്ങൾക്ക് 1%, അതായത് 1 ലക്ഷം രൂപ വെച്ചിട്ട് 1000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മികച്ച ട്രേഡറാണ്. ഞാൻ 1000 രൂപ എന്ന എമൗണ്ടിൽ ഫിക്സ് ചെയ്യില്ല, പക്ഷേ 1% എന്ന പെർസെൻറ്റേജിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ 1%, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിൻ്റെ 1% നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. ഈവൻ അതിൻ്റെ പകുതിയാണെങ്കിൽ പോലും ഭയങ്കര സംഭവമാണ് നിങ്ങൾ. കാരണം മന്ത്ലി ഏറ്റവും ചുരുങ്ങിയത് 15%, ഒരു 10% നിങ്ങൾക്ക് 0.5% വെച്ച് ഡെയിലി ചെയ്യുകയാണെങ്കിൽ 10% നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് 120%, അതായത് എവിടെയാണ് ഇത്രയും വലിയൊരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുക? എവിടെയും കിട്ടില്ല. സോ 0.5%, 1/4% പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ, എല്ലാ ദിവസവും പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മികച്ച ട്രേഡറാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് സെറ്റാവും, നല്ലൊരു കൂളാവും. രണ്ടാമത്തേത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലൂടെ നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. സോ എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ. ഈ മാസം നല്ല പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും ക്ലോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.